മിസോറാം മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മണിപ്പൂർ മുഖ്യമന്ത്രിക്കെതിരായി പരസ്യമായി സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്? വെറുതെ ഇറക്കുന്നതല്ല. രണ്ട് സാമ്രാജ്യങ്ങൾ വട്ടമിട്ട് പറക്കുന്നുണ്ട് നമ്മുടെ അതിർത്തി ദേശത്തും ബംഗ്ലാദേശിനും മീതെ. ഒന്ന് അമേരിക്കൻ താവളത്തിന് വേണ്ടി ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. രണ്ട്, ഓൾറെഡി ബംഗ്ലാദേശിന്റെ ഒരു മുനമ്പിൽ ചൈന ഒരു തുറമുഖം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചൈനക്കും വേണം ബംഗ്ലാദേശിനെ, അമേരിക്കക്കും വേണം ബംഗ്ലാദേശിനെ. രണ്ടു കൂട്ടർക്കും വലവീശി പിടിക്കാവുന്ന തരത്തിൽ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ വളരെ സങ്കീർണമാണ്, പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. മതം ഒരു പ്രധാനപ്പെട്ട എലമെന്റായി നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ വ്യാപരിക്കുന്നുണ്ട്. ഏതെങ്കിലും മത തീവ്രവാദം മാത്രം അപകടമാണെന്ന് കരുതരുത്. എല്ലാ അടുക്കളയിലൂടെയും കടന്നു വരുന്ന മത തീവ്രവാദം തന്നെയാണെന്നും അവർക്കൊക്കെ വൈദേശിക സഹായം എപ്പോഴും ലഭ്യമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ തകർക്കാനുള്ള അവസരം കിട്ടിയാൽ ആരും കളയില്ല. ചൈനയും കളയില്ല, അമേരിക്കയും കളയില്ല. അതുകൊണ്ട് ഇപ്പോ മണിപ്പൂർ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതരുത്. മിസോറാം ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതരുത്. ഈ സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേകത കൂടി ഓർക്കണം. അഗർത്തലയിൽ നിന്ന്, ത്രിപുരയിൽ നിന്ന് ഞാൻ ബസ് കയറിയിട്ട് മണിക്കൂറുകൾ യാത്ര ചെയ്ത് എത്തുന്നത് പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയിലാണ്. 2 തവണ ബോർഡർ കടന്നാണ് പോകുന്നത്. ബംഗ്ലാദേശ് മുറിച്ചു കടന്നാണ് പോകുന്നത്. ഒരു രാജ്യം മുറിച്ചു കടന്ന് വേണം നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാൻ. അങ്ങനെയുള്ള 5 സംസ്ഥാനങ്ങളിലാണ് ഈ തീവ്രവാദം ശക്തിപ്പെടുന്നത് നമ്മൾ കാണണം. ക്രിസ്ത്യൻ തീവ്രവാദമല്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയുന്ന ഒരു മലയാളം പറയാം. ആരാണ് കൂട്ടരെ? ഹിറ്റ്ലർ. നാളെ രാവിലെ 11 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ഉള്ളപ്പോൾ ഈ രാജ്യം ക്രിസ്തു രാജ്യമാകുമെന്ന് പ്രഖ്യാപിച്ച ഒരു കത്തോലിക്ക നേതാവിന്റെ പേരാണ് ഹിറ്റ്ലർ എന്ന് മറന്നു പോകാൻ പാടില്ല എന്ന് ഭീകരവാദത്തെ കുറിച്ച് കാണുമ്പോൾ സമഗ്രമായിട്ട് കാണണം എന്ന് ഞാൻ ചേർത്ത് പറയുകയാണ്.